ടീച്ചർ പോവാന്ന് തോന്നിട്ടാ. നമ്മുടെ പ്ലാൻ നടപ്പിലാക്കാനുള്ള സമയമായിരിക്കുന്നു. മേള് പറയണ പോലെ ഞാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞ അപ്പൊ തന്നെ തുടങ്ങിക്കോട്ട് വർത്താനം. മാളുവേ, ടീച്ചർ പറഞ്ഞത് കേട്ടാ? നമ്മളോട് വർത്താനം പറഞ്ഞോളാൻ. നീ എന്റെ കൂടെ നടക്കണേ, എന്തെങ്കിലും കൂടെ ഉണ്ടോ നിനക്ക്? എന്താ പൊട്ട? അയ്യോ, അതെന്റെ മാളു അങ്ങനെ പറഞ്ഞേ എനിക്ക് ഗുണമില്ലാന്ന്. അതെന്റെ മാളു പറ, പാക്കരനോട് പറ മാളു. ടീച്ചർ കോളേജ് പറഞ്ഞത് സംസാരിച്ചോണ്ടിരിക്കാനായിട്ട്. അയ്യോ ടീച്ചറെ, അപ്പൊ വർത്താനം പറഞ്ഞ കുഴപ്പമില്ലേ? നിന്റെ കറക്റ്റ് ബുദ്ധിയുള്ള കറക്റ്റ്. സുബ്രു, നിനക്ക് നല്ല ചീത്തര കുറവുണ്ട്. വർത്താനം പറഞ്ഞ നല്ല ചീത്ത ടീച്ചറായിരുന്നു. ടീച്ചർ പറഞ്ഞ വർത്താനം പറഞ്ഞോളാൻ. പിന്നെ ടീച്ചർ ഇങ്ങനെ പറയണ. സുബ്രമോനെ, അതിനുള്ള ഉത്തരം ഇപ്പൊ തന്നെ വേണോ? ഇപ്പില്ലെങ്കിലും കുഴപ്പമില്ല, എപ്പോഴാലും പറഞ്ഞാ മതി. ഇന്റർവ്യൂവിൽ പറഞ്ഞുതരാട്ടാ, പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞ അവസാനിപ്പിച്ചുള്ളൂ, അപ്പോഴേക്കും തുടങ്ങി വർത്താനം. ബോയ്സിന്റെ ക്ലാസ് ടീച്ചർ അഭിജയല്ലേ? അഭിജയ് എവിടെയാ പേര് എഴുതാനായിട്ട്? വർത്താനം പറഞ്ഞൊരു പേര് ബോർഡിൽ എഴുതിക്കൊള്ളട്ടാ. അഭിജയ്, അഭി. ഞാനിവിടെ ഉണ്ട്. അമ്മ പറയണ പോലെ ഞാൻ പേര് എഴുതിക്കോളാം. എന്ത് പരിപാടിയാണ് കാണിച്ചത്? ഈ ലീഡറായിട്ട് ഈ മാളിവിടെ ഉള്ളപ്പോ അവനെ ഏൽപ്പിക്കുന്നു. അത് പിന്നെ ബോയ്സിന്റെ ലീഡർ അഭയായതുകൊണ്ട് അതുകൊണ്ടാവും. ഇവിടെ ഗേൾസിന്റെ ലീഡർ ബോയ്സിന്റെ ലീഡർ ഒന്നൊന്നുമില്ല. മാളു ഈസ് ഓൾവേസ് ലീഡർ. മാളു ആണ് ലീഡർ. പക്ഷെ മാളു അതെനിക്കറിയാം, പക്ഷെ ടീച്ചർക്ക് അറിയാണ്ടാവോ? തുടങ്ങിക്കോ. മാളു പറയണ പോലെ. ടീച്ചറെ, ഇതൊക്കെ ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? എന്താ പാക്കര പ്രശ്നം? എന്താണ് സംഭവം? അഭി ടീച്ചറുടെ മോനൊക്കെ തന്നെയാണ്, പക്ഷെ ക്ലാസ്സിലെ അമ്മ എന്നൊക്കെ വിളിക്കണത് അത് ശരിയാണോ ടീച്ചറെ? അമ്മേനെ പിന്നെ അമ്മാവന്റെ അച്ഛാന്ന് വിളിക്കാൻ പറ്റൂ? ഇവനൊക്കെ ഏതടാ? അതാ മാളുവിന്റെ പ്ലാനായിരിക്കും. കുത്തിരിപ്പ് മാളു. ഈ മാളുവിന്റെ കൂടുണ്ടിട്ടാ അല്ലേ? മാളുവിന്റെ കൂടും കൊടുക്കൊക്കെ അവസാനിപ്പിക്കാനുള്ള സമയമായിണ്ട്. അവളെ എന്തോരം വരെ പോകുന്നു നോക്കട്ടെ. അബി, ഞാൻ പറഞ്ഞിട്ടില്ലേ ക്ലാസ്സിൽ വെച്ച് അങ്ങനെ വിളിക്കരുതെന്ന്? അല്ല പിന്നെ മാളുവിനോട് കളിച്ച് ഇങ്ങനെ നാണം. അല്ല പിന്നെ അതത്രേ ഉള്ളൂ. അവൻ ലീഡർ സ്ഥാനം രാജിവെച്ച് ഓടിപ്പോ. അല്ല, പെണ്ണുങ്ങൾ ലീഡർ ആണുങ്ങൾ ലീഡർ ഒന്നുമില്ല. ക്ലാസ്സിൽ ഒറ്റ ലീഡർ, അത് മാളു. മാളു പറയുന്നത് കട്ടായം. മാളു കീ ജയ്, മാളു കീ ജയ്. മാളു അതെ ഉച്ചരിഞ്ഞിട്ടേ സിപ്പപ്പ് മേടിച്ചോ? നിനക്ക് സിപ്പപ്പല്ല ബിരിയാണി മേടിച്ചേരി മാളു. ബിരിയാണി. മാളു ശരിക്കും ഈ ലെവലെത്തേണ്ട ആളൊന്നല്ല, കുറച്ചും കൂടി ലോങ് ലെവലെത്തേണ്ട ആളാ. തുടങ്ങിക്കോ. മാളു ടീച്ചറെ, ക്ലാസ്സില് മാളു ലീഡറാക്ക, അഭി മാത്രല്ല. ഇന്നലെ മാളു അല്ലേ പേര് എഴുതിയത്? ഇന്ന് അഭി എഴുതട്ടെ. ബോയ്സ് ആണ് കൂടുതൽ വർത്താനം പറഞ്ഞത്, അതുകൊണ്ട് അഭി ഇന്ന് എഴുതട്ടെ. മാളു നമ്മുടെ പ്ലാൻ ചീറ്റിട്ടാ. ഓ നാശം, നിന്റെ ബിരിയാണി ക്യാൻസൽ. അയ്യോ മാളു, ഇപ്പൊ പിടിച്ചിടൂ, അതേലും മതി. അഭിമോനെ, വർത്താനം പറഞ്ഞ ഒരു പേര് ബോർഡിൽ എഴുതിക്കോളട്ടോ. മാളുവേ കേട്ട? അഭിമോന്ന് എന്തിട്ടാലേ? കൊടുക്കണം വരുന്നു. അവൻ ലീഡർ സ്ഥാനം രാജിവെച്ച് ഓടുന്നു. നീ കണ്ടോ? ടീച്ചറിന് പൊക്കോട്ടെ, കാണിച്ചു തരയും മാളു വരാനും. എല്ലാവരും അഭിജയ് പറഞ്ഞത് കേട്ടോളൂ, ഇല്ലെങ്കിൽ അഭിജയ് പേരെഴുതും കേട്ടോ. എല്ലാവരും കേൾക്കായിരിക്കും, പക്ഷെ ഈ മാളു കേൾക്കില്ല. ഈ മാളു കേൾക്കില്ല. മാള് കേട്ടില്ലെങ്കിൽ പാക്കരനും കേക്കില്ല. അല്ല പിന്നെ അല്ല മാളു. പാക്കരനും മാളും കൊറേ നേരെ അവിടെ വർത്താനം പറഞ്ഞിരിക്കുന്നു. ഞാൻ കാണില്ലെന്ന് വിചാരിക്കണ്ട. അപ്പുറത്തെ ഇപ്പുറത്തും ക്ലാസ് ഉള്ളതോ? ഇവിടെ കിടന്ന് ഒച്ചുണ്ടാക്കിട്ട് അവർക്ക് ഡിസ്റ്റർബൻസ് ആയി എന്നോടായിരിക്കും ചോദിക്കുക. വർത്താനം പറയരുത്. അപ്പി ആരെ വർത്താനം പറഞ്ഞു വെച്ചാൽ അവർ പേര് എഴുതിക്കൊള്ളട്ടെ, എന്നിട്ട് ഓഫീസിലേക്ക് വന്നാൽ മതി. വർത്താനം പറഞ്ഞ പേര് ഓഫീസിനുള്ളിലെത്തിക്കും. ഒരു ദാക്ഷിണ്യം ആർക്കുമില്ല.